മൂലം നക്ഷത്രത്തിൽ ഉള്ള മൂലം നക്ഷത്ര ജാതർക്ക് കുജദശാകാലം, വ്യാഴദശാകാലം, ആദിത്യദശാകാലം. കുജൻ, ആദിത്യൻ, വ്യാഴം ഈ 3 ദശാകാലവും മൂലം നക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് കുറച്ച് ദോഷപ്രദനായിരിക്കും. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിലും മകൻ നക്ഷത്രത്തിലും മൂല നക്ഷത്രത്തിലും ഒന്ന് നിങ്ങളുടെ പക്കപ്പിറന്നാള്, പിന്നെ കൂടാണ്ട് അശ്വതി നാളും മകൻ നക്ഷത്രം എടുക്കുക. ഈ 3 നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോവലും ക്ഷേത്ര വഴിപാടുകൾ ചെയ്യാനൊക്കെ പറ്റിയ ദിവസം തന്നെയാണ്. എല്ലാ ദിവസവും പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന 3 ദിവസവും നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് തിരഞ്ഞെടുക്കുക. പുണ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അഗതികൾക്ക് വസ്ത്രദാനം, അന്നദാനം, മരുന്ന് മേടിക്കാനുള്ളത് പണമായിട്ട് ആർക്കും കൊടുക്കണ്ട. മരുന്നാണെങ്കിൽ മരുന്ന്, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലും അഗതികൾക്ക് കൊടുക്കുക. പുണ്യകർമ്മങ്ങൾ, അന്നദാനം പുണ്യകർമ്മത്തിൽപ്പെട്ടതാണ്. ഭക്ഷണം ഇല്ലാത്തവർക്ക് ആർക്കെങ്കിലും അന്നദാനം നമ്മൾ നടത്താം. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. 5 6 ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത ആരോഗ്യമില്ലാത്തവർക്കൊക്കെ നമുക്ക് 3-4-5 പേർക്കൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഇപ്പോൾ വ്യാഴാഴ്ച ദിവസമൊക്കെ നിങ്ങൾക്ക് നല്ല ദിവസമാണ്, അന്ന് നമുക്ക് അന്നദാനം നടത്താം. പുണ്യകർമ്മങ്ങൾ, ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളൊക്കെ നടത്താം. നിങ്ങളുടെ രാശാധിപൻ, മൂലം നക്ഷത്രത്തിൻ്റെ രാശാധിപനായിട്ട് വരുന്നത് വ്യാഴമാണ്. വ്യാഴത്തെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ അതിനുവേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുക. വ്യാഴത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം നമുക്ക് പാരായണം ചെയ്യാം, ഭഗവാന് പാൽപ്പായസം നേദിക്കാം, ഭഗവാന് തുളസിമാല നേദിക്കാം, മഞ്ഞപ്പട്ട് വാങ്ങിച്ച് സമർപ്പിക്കാം. അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വെണ്ണ ചെയ്യാം, ത്രിമധുരം കൊടുക്കാം. അപ്പോൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാം. പിന്നെ അത് കൂടാണ്ട് തന്നെ മൂലവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം, വ്യാഴാഴ്ച ദിവസം അന്ന് മൂലം നക്ഷത്രം വന്നിട്ടുള്ളൊരു വ്യാഴാഴ്ച ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഭാഗ്യവശാൽ അങ്ങനെ ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. മൂലം നക്ഷത്രമാണ്, അന്ന് വ്യാഴാഴ്ചയാണ്. അങ്ങനെ നമുക്ക് ലഭിച്ചുവെങ്കിൽ, അങ്ങനെ വ്യാഴാഴ്ച ഒത്തുവരുന്ന ദിവസം ഉണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. പിന്നെ കൂടാതെ ഉത്രാടം, അവിട്ടം, പുരുരുട്ടാതി, പുണർദം, പൂയം നക്ഷത്രം, ആയില്യം, ഇത്രയും നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ചുവപ്പ്, മഞ്ഞ ഇവ നമുക്ക് അനുകൂല നിറങ്ങൾ തന്നെയാണ്. ചുവപ്പും മഞ്ഞയും അനുകൂല നിറങ്ങളാണ് മൂല നക്ഷത്രക്കാർക്ക്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ചുവപ്പ് നിറം ധരിക്കുക, മഞ്ഞ നിറം ധരിക്കുക, അതൊക്കെ നല്ലതാണ്. കറുപ്പൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കാൻ നോക്കാം. പിന്നെ നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് നിര്യതയാണ്. ദേവതാ മന്ത്രമായിട്ട് വരുന്നത് ഓം നിര്യതയേ നമ എന്ന മന്ത്രമാണ്. ദേവതാ മന്ത്രമായിട്ട് വരുന്നത് ഓം നിര്യതേ നമ എന്ന മന്ത്രം. അത് നിത്യവും നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ സമയം കിട്ടുന്ന പോലെ നിങ്ങൾ ചാൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രദമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ദോഷം കുറഞ്ഞു ഇരിക്കും ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ചാൻറ്റ് ചെയ്താൽ.